أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الدرس الخامس അഞ്ചാമത്തെ ദർസ് തസ്രീഫുൽ ഫിഅലിൽ മാദി മാദിയായ ഫിഅലിന്റെ തസ്രീഫിനെ കുറിച്ചാണ് ഇനി അഞ്ചാമത്തെ ദർസ് വരാൻ പോകുന്നത്. മാദിയായ ഫിഅൽ എന്ന് പറഞ്ഞാൽ ഒരു കഴിഞ്ഞുപോയ സംഗതി, ഒരു കഴിഞ്ഞുപോയ സംഭവം, ആ സംഭവത്തെക്കുറിച്ച് പറയുന്ന ഫിഅൽ. കതബ എഴുതുക എന്ന സംഗതി എപ്പോഴോ കഴിഞ്ഞു പോയതാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ കതബ എന്ന് പറഞ്ഞത്. അൽ ഫിഅലുൽ മാദി, മാദിയായ ഫിഅൽ എന്നാൽ ഹുവ അത് അൽ ഫിഅലുൽ ലദി ഒരു ഫിഅലാണ്. എങ്ങനത്തെ ഫിഅൽ? ദല്ല ആ ഫിഅൽ അറിയിച്ചിരിക്കുന്നു അലാ മഅ്നൻ ഒരു ആശയത്തിന്റെ മേൽ, ഒരു സംഭവത്തിന്റെ മേൽ അറിയിച്ചിരിക്കുന്നു. ഉജിത ആ സംഭവം എത്തിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സംഭവം നടന്നിരിക്കുന്നു എന്നർത്ഥം. ആ സംഭവം എത്തിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സംഭവം നടന്നിരിക്കുന്നു. ഫി സമാനിൽ മാദി അല്ലെങ്കിൽ ആ സംഭവം നടക്കപ്പെട്ടിരിക്കുന്നു, നടന്നു എന്നർത്ഥത്തിൽ. ഫി സമാനിൽ മാദി കഴിഞ്ഞു പോയതായ ഒരു കാലഘട്ടത്തിൽ, അപ്പോൾ കഴിഞ്ഞു പോയതായ കാലഘട്ടത്തിൽ എത്തിക്കപ്പെട്ട, അതായത് സംഭവിച്ചതായ ഒരു സംഭവം, ആ സംഭവത്തിന്റെ മേൽ അറിയിക്കുന്ന ഫിഅൽ, അതിനാണ് എന്തെന്ന് പറയാം? അൽ ഫിഅലുൽ മാദി എന്ന് പറയാം. ഉദാഹരണം അലിമ, ഇഖ്തസദ എന്നൊക്കെ പറഞ്ഞതുപോലെ. വൽ മബ്നിയു ലിൽ ഫാഇലി മിൻഹു, ആ മാദിയായ ഫിഅലിൽ നിന്ന് ഫാഇലിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഫിഅല്, ഫാഇലിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഫിഅൽ എന്ന് പറഞ്ഞാൽ അൽ ഫിഅലുൽ മാദി അൽ മബ്നിയു ലിൽ മഅ്ലൂമി, മഅ്ലൂമിന് വേണ്ടി, അതായത് മഅറൂഫിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഫിഅൽ. നമ്മൾ മഅറൂഫായ ഫിഅൽ എന്ന് പറയില്ലേ, ഫിഅലുൽ മാദി മഅറൂഫുൻ, അങ്ങനെ ആ മഅറൂഫിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട മാദിയായ ഫിഅൽ അതേതാണ്? ഒരു ഫിഅലാണ്. എങ്ങനത്തെ ഫിഅൽ? കാന അവ്വലുഹു അതിന്റെ ആദ്യാക്ഷരം ആയിരിക്കുന്നു മഫ്തൂഹൻ ഫതഹ് ചെയ്യപ്പെട്ടതായിരിക്കുന്നു. അതിന് ഉദാഹരണം അകല, ശരിബ, അഹ്സന, കാതബ, ദഹ്റജ, തദഹ്റജ എന്നൊക്കെ പറഞ്ഞതുപോലെയാണ്. ഇതിന്റെ ആദ്യാക്ഷരത്തിന് എന്താണ്? ഫത്ഹാണ്. കാരണം എന്താണ്? ഇതൊക്കെ ഫാഇലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ട ഫിഅലാണ്. കാരണം ഈ ഫിഅലിനൊക്കെ എന്താ ഉണ്ടാവുക? ഫാഇലാണ് ഉണ്ടാവുക. മജ്ഹൂലാവുമ്പോഴോ നായിബ് ഫാഇലാണ് ഉണ്ടാവുക. അപ്പോൾ ഫുഇല ഫിഅലുൻ മാദിൻ മജ്ഹൂലുൻ, ഫിഅലുൻ മാദിൻ മജ്ഹൂലുൻ മുസ്ബത്തുൻ ലിദ്ദക്കറിൽ ഗായിബി വദ്ദമീറുൽ മുസ്തതിറു ഫീഹി ഹുവ നായിബു ഫാഇലിഹി. ഇങ്ങനെയാണ് നമ്മൾ മീസാനിൽ പഠിച്ചത്. മീസാൻ പഠിച്ചവർക്ക് ഓർമ്മ ഉണ്ടാവും, എല്ലാത്തോലും മീസാൻ പഠിച്ചണം. ഔ കാന അവ്വലു മുതഹർരികി മിൻഹു മഫ്തൂഹൻ, അല്ല വവസ്നുൽ, സോറി ഒരു ഇബാറത്ത് വായിക്കാൻ വിട്ടു. വവസ്നുൽ അഫ്ആലിൽ അർബഅത്തിൽ അഖീറത്തി, ഇവിടെ ഇപ്പം ഈ കൊണ്ടുവന്ന ഉദാഹരണങ്ങളിൽ അവസാനം ഉള്ള 4 ഫിഅലുകളുടെ വസ്നുകൾ ഹിയ കമായലി, അത് താഴെ വരും പ്രകാരമാണ്. അഹ്സനന്റെ വസ്ന് അഫ്അല, കാതബന്റെ വസ്ന് ഫഅല, ദഹ്റജന്റെ വസ്ന് ഫഅലല, തദഹ്റജന്റെ വസ്ന് തഫഅലല. ഇങ്ങനെയാണ്. ഔ കാന അവ്വലു മുതഹർരികി മിൻഹു മഫ്തൂഹൻ, അത് മൂപ്പര് ഇടയിൽ അവിടെ പറഞ്ഞെന്നുള്ളൂ, വിഷയമായിട്ട് ബന്ധപ്പെടാത്തൊരു സംസാരമാണത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് മാദിയായ ഫിഅൽ എന്ന് പറഞ്ഞാൽ മാ കാന അവ്വലുഹു മഫ്തൂഹൻ, അതിന്റെ ആദ്യാക്ഷരത്തിന് ഫതഹായിരിക്കും. ഔ കാന അവ്വലു മുതഹർരികി മിൻഹു, അല്ലെങ്കിൽ ആ ഫിഅലിന്റെ ആദ്യത്തെ മുതഹർരിക്, ആദ്യത്തെ ഹറക്കത്തുള്ള അക്ഷരം അത് മഫ്തൂഹൻ ഫതഹ് ചെയ്യപ്പെട്ടതായിരിക്കും. അപ്പോൾ ഒന്നുകിൽ ആദ്യത്തെ അക്ഷരം ഫതഹ് ചെയ്യപ്പെട്ടതാകും, അല്ലെങ്കിൽ ആദ്യമായിട്ട് വരുന്ന ഹറക്കത്തുള്ള അക്ഷരം, ആ അക്ഷരത്തിന് എന്തായാലും ഫതഹായിരിക്കും. ആ തറവാട്ടിൽ നിന്ന് എനിക്ക് ഏതായാലും പെണ്ണിട്ടില്ല, എന്നാൽ പിന്നെ ആ തറവാട്ടിൽ വേലക്കാര്യത്തിനെങ്കിലും കെട്ടട്ടെ എന്ന് പറഞ്ഞ മാതിരി ആദ്യത്തെ അക്ഷരത്തിന് ഏതായാലും ഫതഹ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം പിന്നെ എന്താക്കി? നിലവിൽ, കാരണം ആദ്യത്തെ അക്ഷരത്തിന് എന്താണ്? ആദ്യത്തെ അക്ഷരത്തിന് ഫതഹ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം എന്നാൽ അതിലുള്ള ആദ്യത്തെ മുതഹർരിക് ഏതാ നോക്കും, ആദ്യത്തെ ഹറക്കത്തുള്ള അക്ഷരം ഏതാ നോക്കും, അതിന് ഫതഹ് കൊടുക്കും. ഏതുപോലെ? ഇൻകസറ എന്ന് പറഞ്ഞതുപോലെ. ഇൻകസറയിൽ ആദ്യത്തെ മുതഹർരിക് ഹംസ അല്ലേ, അതിന് ഗസറല്ലേ എന്ന് ചോദിക്കും. അതിനുള്ള മറുപടി എന്താ വെച്ചാൽ, ഈ ഇൻകസറയിലെ ഈ ഹംസ എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് ഇൻ്റെ മാതിരിയാണ്. കണ്ടാ കണ്ട്, പോയാ പോയി, വന്നാ വന്ന്, ഇങ്ങനെയൊക്കെയാണ് ആ ഹംസന്റെ അവസ്ഥ. അത് സ്ഥിരമായിട്ടുള്ളൊരു സാധനമല്ല അവിടെ. ഏതുപോലെ? ഇൻകസറ എന്നൊരു കലാമിന്റെ തുടക്കത്തിൽ, ഒരു സംസാരത്തിന്റെ തുടക്കം, നമ്മളൊരു സംസാരം തുടങ്ങുകയാണ്. ഇൻകസറ ജവ്വാലി, എൻ്റെ മൊബൈല് പൊട്ടി. അപ്പൊ ആ സംസാരം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ഇൻകസറ എന്നും പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അവിടെ ആ ഹംസ വരും.
അപ്പം ഹംസക്ക് കെസ്റും ഉണ്ടാവും. നേരെ മറിച്ച് ദഹബ്തു ഇല സൂഖ്, ഞാൻ അങ്ങാടിയിലേക്ക് പോയി. ഫലമ്മ റജഅതു, അങ്ങനെ ഞാൻ മടങ്ങിയപ്പോൾ ഞാനൊരു ചങ്ങായിനേറ്റ് കൂട്ടിമുട്ടി. ഫങ്കസറ ജവ്വാലി, അപ്പൻ്റെ മൊബൈൽ വീണ് പൊട്ടി. അപ്പോൾ ഞാൻ ഫങ്കസറ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഹംസ ഉണ്ടാടെ, ഹംസയില്ല, ഹംസൻ്റെ കെസ്റും ഇല്ല അല്ലേ. സംസാരത്തിൻ്റെ ഇടയിൽ വന്നപ്പോൾ ഹംസ പോയി. അപ്പം അങ്ങനെ ഇടയിൽ വരുന്ന സമയത്ത് ഈ ഹംസ പോകും. അപ്പോൾ ആ ഹംസ അവിടെ ഉള്ളതും ഇല്ലാത്തതും കണക്കാണ്. ചില പെരയിലെ മാപ്പിളാരമാതിരി അവിടെ പോകാനുള്ളതും ഇല്ലാത്തതും കണക്കാണ്. കാരണം നമ്മൾ പെരയിൽ ചെന്നാണ്ട് പോകാൻ ഉള്ളപ്പം പല്ലടിച്ചാലും വരും, താത്ത മാറും തുറന്നിട്ട്. അല്ലെങ്കിലും ആ ചങ്ങായി ഉണ്ടെങ്കിലും വരും അങ്ങനെ തന്നെ, ഇല്ലെങ്കിലും വരും മൂപ്പത്തി അങ്ങനെ തന്നെ. ആ തട്ടും കൂടി മര്യാദക്ക് ഇടില്ല. അതിങ്ങനെ നമ്മളെ കാണുമ്പോഴാണ് ഇടുക. എന്നിട്ട് മൊയ്യരാണ് തോന്നിക്കഴിഞ്ഞിക്കാണെങ്കിൽ പിന്നെ ഒരു പുതക്കല. ആ മൊണ്ണൻ അവിടെ ഉണ്ട്. ഓൻ ആ കസാലമന്ന് നീച്ച് വന്ന് വാതിൽ തുറന്നാൽ മതി. ഓനെ നോക്കിയാൽ പോരെ. പുറത്ത് ഉമ്മാരത്ത് വന്ന് വെല്ലടിക്കുന്ന സമയത്ത് ആരാണ് അത് പെരയിൽ ആണുണ്ടാവും, ആണല്ലേ നോക്കണ്ടി കണ്ണ. ആ ആരായാലും ശരി മുപ്പത്തിരണ്ട് വരും. സീൻ കാണിച്ചു തന്നിട്ട് വരവാ എന്ന മാതിരിയാണ് ഈ ഹംസന്റെ അവസ്ഥ. ഓനുള്ളതും ഇല്ലാത്തതും കണക്കാണ്. അത് ചിലപ്പോൾ ആ ഉച്ചാരണത്തിൽ വരൂല, ചിലപ്പോൾ ഉച്ചാരണത്തിൽ വരും. ഇങ്ങനെയൊക്കെയാണ് ആ ഹംസ. അപ്പം അതിനെ കണക്ക് കൂട്ടൂല. കാനേശുമാരി കണക്കെടുപ്പിൽ അതിനെ പെടുത്തൂല. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള ആ ഹംസനെ ഒഴിവാക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഇപ്പോൾ അവിടെ അടുത്ത് വരുന്ന അക്ഷരം ആരാണ്? നൂനാണ്. ആ നൂനിന് സുക്കൂനാണ്. അത് പിന്നെ എപ്പോഴും ഉച്ചാരണത്തിൽ വരും. ഫങ്കസറ എന്ന് പറഞ്ഞ സമയത്തും ഉച്ചാരണത്തിൽ ആര് വന്നിട്ടുണ്ട്? നൂന് വന്നിട്ടുണ്ട്. അതുപോലെ ഇൻകസറ എന്ന് പറഞ്ഞ സമയത്തും നൂനിൻ്റെ ഉച്ചാരണം അവിടെ വന്നിട്ടുണ്ട്. തിരിഞ്ഞില്ലേ? അപ്പോൾ ഉച്ചാരണത്തിൽ എപ്പോഴും വരുന്ന സാധനം നൂനിനെ നമ്മൾ പരിഗണിക്കുക. ആദ്യാക്ഷരമായിട്ട് ഹംസനെ നമ്മൾ അത് ആദ്യത്തിൽ തന്നെ വന്നിക്കണേ, പക്ഷെ ആദ്യാക്ഷരമായിട്ട് പരിഗണിക്കപ്പെടില്ല. ചില കുടുംബനാഥന്മാരന്മാര് സംഗതി പറഞ്ഞു തരുമ്പോൾ കുടുംബനാഥൻ ആരാ? അരുവിക്കുട്ടി തന്നെയാണ്. പക്ഷെ അരുവിക്കുട്ടിക്ക് പെരയിൽ പട്ടീൻ്റെ സ്ഥാനം പോലും ഇല്ല. അങ്ങനെ ചില അരുവിക്കുട്ടിമാരുണ്ടല്ലോ നമ്മളെ നാട്ടിൽ. പിന്നെ ഇപ്പൊ അവിടെ അങ്ങനെ നോക്കുന്ന സമയത്ത് ആദ്യത്തെ മുത്തഹരിക്കാരാ? ആദ്യത്തെ ഹറക്കത്തുള്ള അക്ഷരാരടോ? കാഫ്. അപ്പൊ ആ കാഫിന് നമ്മൾ ഫതഹത്ത് കൊടുക്കും. അദ്യാക്ഷരത്തിന് ഫതഹത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആദ്യത്തെ വരുന്ന ഹറക്കത്തുള്ള അക്ഷരം ഏതാണെന്ന് നോക്കിയാൽ അതിന് നമ്മൾ ഫതഹത്ത് കൊടുക്കും. അപ്പൊ ഇൻകസറയിൽ ആദ്യത്തെ മുത്തഹരിക്ക് ഹറക്കത്തുള്ള അക്ഷരം കാഫാണ്. അപ്പൊ അതിന് ഫതഹത്ത് കൊടുക്കും. അതുപോലെ ഹ്തറഖ, ഇൻകസറ ഹ്തറഖ കണ്ടില്ലേ? ഇൻകസറ പൊട്ടി, വഹ്തറഖ അത് കരിഞ്ഞും ചെയ്തു എന്ന് പറയുന്നു. പൊട്ടിയും ചെയ്തത് കരിഞ്ഞും ചെയ്തു. അപ്പൊ എന്തായി? ഈ ഇഹ്തറഖയിലിപ്പം നമ്മൾ കലാമിന്റെ തുടക്കത്തിലായപ്പം എന്ത് ചെയ്തു? കലാമിന്റെ തുടക്കത്തിലായപ്പോ ഹംസ നമ്മൾ ഉച്ചരിച്ച്. കലാമിന്റെ ഇടയിലാവുമ്പോഴോ വഹ്തറഖ അത് കരിഞ്ഞും പോയി എന്ന് പറയുമ്പോൾ അത് ആ ഹംസ ഉച്ചാരണത്തിൽ വന്നില്ല. ഞാൻ ഒരു മീൻ പൊരിച്ചിട്ട് ഇങ്ങോട്ട് വഹ്തറഖ അതപ്പം കരിഞ്ഞും പോയി, അല്ലെങ്കിൽ ഫഹ്തറഖ അപ്പം അത് കരിഞ്ഞും പോയി. അപ്പം അങ്ങനെ സംസാരത്തിന്റെ ഇടയിൽ വരുന്ന സമയത്ത് ആ ഹംസ ഇല്ല. അപ്പൊ അതുകൊണ്ട് അതിനെ പരിഗണിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ അവിടെ എപ്പോഴും ഉച്ചാരണത്തിലുള്ളത് ആരാണ്? ഹ ആണ്. ഹന് സുക്കൂനാണ്. പിന്നെ ഇപ്പൊ അവിടെ ആദ്യത്തെ മുത്തഹരിക്കാരാ? സ ആണ്. അതിന് ഫതഹാണ്ട് കൊടുത്ത്. അതുപോലെ ഇസ്തഖ്റജ, തുമഅന്ന, ഇഅ്ശൗശബ, ഇജ്ലവ്വദ, ഇജ്ലവ്വദ ഇവിടൊക്കെ അതേമാതിരി തന്നെ. ആദ്യാക്ഷരത്തിന് ഫതഹ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആദ്യത്തെ മുത്തഹരിക്കിന് നമ്മൾ ഫതഹ് കൊടുക്കും. ആദ്യത്തെ അക്ഷരത്തിന് നമുക്ക് ഫതഹ് കൊടുക്കാൻ കഴിഞ്ഞില്ല, അതിന് കസ്റാണുള്ളത്. ഒന്നാലും ആദ്യത്തെ മുത്തഹരിക്കിന് നമ്മളാണ് ഫതഹ് കൊടുത്തോളുന്നത്. അപ്പോൾ ആദ്യത്തെ മുത്തഹരിക്ക് ആരാ നോക്കിയിട്ട് അതിന് ഫതഹാണ്. ഇസ്തഖ്റജിൽ ത ആണ് ആദ്യത്തെ മുത്തഹരിക്ക്. ഇൻകസറയിൽ കാഫാണ്, തുമഅന്നയിൽ മീമാണ്, ഇഅ്ശൗശബയിൽ ഷീനാണ്, ഇജ്ലവ്വദയിൽ ലാമാണ്. ഔസാനുഹ ഇപ്പറഞ്ഞ ഫിഅലുകളുടെ വസനുകൾ കമായലി താഴെ വരും പ്രകാരമാണ്. ഇൻഫഅല, ഇഫ്തഅല, ഇൻഫഅല, ഇൻകസറ, ഇഹ്തറഖ, ഇഫ്തഅല, ഇസ്തഫഅല, ഇസ്തഖ്റജ, ഇഫ്അലല്ല, ഇത്മഅന്ന, ഇഫ്ഔഅല, ഇഅ്ശൗശബ, ഇജ്ലവ്വദ, ഇഫ്അവ്വല. അങ്ങനെയാണ്. വലാ തുഅ്തബറു ഹറകാത്തുൽ അലിഫാത്തി ഫിൽ അവൈലി, തുടക്ക ഭാഗങ്ങളിൽ ഉള്ളതായ അലിഫുകളുടെ ഹറക്കത്തുകൾ വലാ തുഅ്തബറു അതിനെ പരിഗണിക്കപ്പെടൂല. നമ്മളെ മറ്റേ അരുവിക്കുട്ടിൻ്റെ മാതിരിയാണ്. ഓൻ്റെ പെരയിൽ
ഒരു പട്ടിക്കുട്ടിൻ്റെ വിലയും കൂടി എനിക്കില്ല. ഒരാളങ്ങനെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. പെണ്ണുങ്ങൾക്കും വിലയില്ല, ഫൂ എന്നറിഞ്ഞു പോവും. മക്കൾക്ക് അത്രയും വിലയില്ല, മരുമക്കൾക്ക് അത്രയും വിലയില്ല. പേരക്കുട്ടികളാണെന്നുണ്ടെങ്കിൽ 12 മരി തട്ടും. എന്നിട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങാടി കുത്തിർന്നാണ്ട് കണ്ട കുണ്ടന്മാരെ കുറ്റം ഈ അതും പറയും, ചെക്കന്മാരെ കുറ്റം. മൂപ്പരായ കാലത്തോ ഇപ്പൊ ചെക്കന്മാരാണെന്നുണ്ടെങ്കിൽ ആ റോട്ടുമ്പോ കൂടെ പോകണ ഏതെങ്കിലും ഇപ്പൊ കുട്ടികളെ ചെറുതായിട്ടൊന്നും ഓല് നോക്കണം കൂടിയില്ല. ഓല് മൊബൈലിൽ കളിച്ചു തീർക്കുകയാണ്. ഓൾക്ക് വേറെന്തൊക്കെയോ വൈബാണ്. ഓല് പെൺകുട്ടികളെ ശല്യം ചെയ്യാനോ നാട്ടുകാരെ ഇടങ്ങാറാക്കാനോ ന്യൂ ജനറേഷൻ അങ്ങനെയാണല്ലോ. ഓല് പാരി ഇടങ്ങാറാക്കാനൊന്നുമില്ല. ഓലേതെങ്കിലും മൂലൊക്കെ പോയി കുത്തിർന്നാലോ സിരിഞ്ചിൽ എന്തെങ്കിലും കുത്തി കളിക്കാണ്ട് അത് കുത്തി കയറ്റുക, വല്ല ഗുളിക എന്തെങ്കിലും എടുത്തതിന് കുടിച്ചാണ്ട് ബോധമില്ലാതെ കുത്തിർക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതും ഇത് ഒട്ടിച്ചു കുത്തിർക്കുക. ഇതൊക്കെയാണ് ഓല കഥ. അല്ലാത്ത എങ്ങോട്ടാ മൊബൈലും നോക്കി കുത്തിർക്കും. ഒരു റോട്ടമ്മക്കൂടെ പെണ്ണല്ല ആണല്ല ഇനി ദാപ്പത്തിലർന്ന് പോയാൽ ഒരു ഇരിഞ്ഞു നോക്കില്ല. ഓല അവസ്ഥ അങ്ങനെയാണ്. എന്നിട്ട് ആ ചെക്കന്മാരെ കുറ്റം പറയാണ് ഇയാള്. ഏത് ആയ കാലത്ത് ആ പാടത്തരുമ്പോ കൂടെ കള്ളും കുടിച്ച് നടന്ന് കെട്ടിയറിഞ്ഞ് വീണ്, എന്നിട്ട് ആ കല്യാണി വെച്ച് പാലേറ്റ് പോകുമ്പോൾ അതിനെ പിടിച്ചേൽച്ചിട്ട് എങ്ങോട്ട് നാട്ടുകാരൊക്കെ ഒന്ന് പൊതിരെ തല്ലു വാങ്ങി എൽവി കുട്ടിയാ. ഓനാണ് ഈ ചെക്കന്മാർ മര്യാദ മുല കുത്തിറക്കാണ്. ഓലെ സംഗതി ലഹരി ഉപയോഗിച്ചാണ്, പക്ഷെ ഓല അലമ്പുണ്ടാക്കിയിട്ടില്ല. നിങ്ങളാ ചെക്കന്മാരെ കുറ്റം പറയാണ്. മൂപ്പര് ലഹരി ഉപയോഗിച്ച് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചവും വരാ, കല്യാണം കയറി പിടിച്ച് തല്ലും കിട്ടിയിരുന്നു. ഓനാ അപ്പം അങ്ങോട്ട് മറ്റുള്ള അന്നൊക്കെ നടക്കുന്നത്. അപ്പൊ ഈ അൽവിക്കുട്ടിനെ മാതിരിയാണ് ആര് നമ്മളെ ഈ തുടക്കത്തിലുള്ള ഈ ഹംസ. അതിനെ പരിഗണിക്കപ്പെടില്ല. ഈ ഹംസാത്തുൽ വസ്ലി, വസ്ലിന്റെ ഹംസകൾ, അതാണ് തുടക്കങ്ങളിലുള്ള അലിഫ് എന്ന് പറഞ്ഞാൽ ഹംസാത്തുൽ വസ്ലി, വസ്ലിന്റെ ഹംസകൾ, കൂട്ടി വായിക്കുന്ന സമയത്ത് ഉച്ചാരണത്തിൽ വരാത്ത ഹംസകൾ. അപ്പൊ തീർച്ചയായിട്ടും ആ ഹംസകൾ സായിദത്തുൻ, സായിദകളാണ്. തസ്ബുതു ഫിൽ ഇബ്തിദാഇ, തുടക്കത്തിൽ, അതായത് കലാമ് ആ ഫിഅൽ കൊണ്ടാണ് സംസാരം തുടങ്ങുന്നതെങ്കിൽ ആ സംസാരത്തിൽ ആ ഹംസ ഉണ്ടാകുമ്പോൾ തസ്ബുതു ഫി ദർജി, സംസാരത്തിന്റെ ഇടയിലാണ് ആ ഫിഅൽ വരണമെങ്കിൽ ആ ഹംസ പോവും ചെയ്യും എന്ന്. ഇഹ്തറഖ ബൈതുഹു, അവന്റെ വീട് കത്തി. അപ്പൊ സംസാരത്തിന്റെ തുടക്കത്തിൽ വരുന്നതാണ് ഇഹ്തറഖ എന്നുള്ള ഫിഅലാണ്. അപ്പൊ ആ ഹംസ വന്ന്. അപ്പം പിന്നെ വഹ്തറഖ ബൈതുഹു, അവന്റെ പെണ്ണുങ്ങൾ ഒളിച്ചോടുകയും ചെയ്തു. വഹ്തറഖ ബൈതുഹു, അവന്റെ വര കത്തിയും ചെയ്തു എന്ന് പറയുമ്പോൾ സംസാരത്തിന്റെ ഇടയിലല്ലേ ഇഹ്തറഖ വന്നത്. അപ്പോ ഹംസ പോയി ഉണ്ടാവില്ല. വൽ മബ്നിയു ലിൽ മഫ്ഊലി മിൻഹു, ഈ മാദിയിൽ നിന്ന് മഫ്ഊലിനും വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ട ഫിഅൽ, ഐ അൽ മബ്നിയു ലിൽ മജ്ഹൂലി, അതായത് മജ്ഹൂലിനും വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ട ഫിഅൽ. വഹുവ, ആ മജ്ഹൂലിനും വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ട മാദിയായ ഫിഅൽ അൽ ഫിഅലുല്ലദി, ഒരു ഫിഅലാണ്. എങ്ങനത്തെ ഫിഅൽ? ലം യുസമ്മ ഫാഇലുഹു, അതിന്റെ ഫാഇലിനെ പറയപ്പെട്ടിട്ടില്ല, അങ്ങനെയുള്ള ഫിഅലാണ്. വഹുവ, അത് ഒരു ഫിഅലാണ്. കാന അവ്വലുഹു, അതിന്റെ ആദ്യാക്ഷരം ആയിരിക്കുന്നു മദ്മൂമൻ, ദമ്മ് ചെയ്യപ്പെട്ടതായിരിക്കുന്നു. അപ്പൊ ആദ്യാക്ഷരത്തിന് ദമ്മ് ചെയ്യപ്പെട്ട രൂപത്തിലായിരിക്കും മാളി മജ്ഹൂൽ ഉണ്ടാവുക എന്ന് ചുരുക്കം. നഹു ഉഖില, ദുഹ്രിജ, ഉഖിരിമ, ഉദ്ദിമ, ദൂരിബ, തുഖുദ്ദിമ, തഖദ്ദമ യതഖദ്ദമു, തുഖുദ്ദിമ യുതഖദ്ദമു, തുദൂരിബ തദാറബ യതദാറബു, തുദൂരിബ യുതദാറബു, തദഹ്റജ യതദഹ്റജു, തുദുഹ്രിജ യുതദഹ്റജു. ഇങ്ങനെ ഉണ്ടാകുക. ഈ തുദുഹ്രിജ ഒന്നും വരലില്ല. ഔകാന അവ്വലു മുതഹർരിക് മിൻഹു മദ്മൂമൻ, ഒന്നുകിൽ ആദ്യാക്ഷരത്തിന് ദമ്മ് ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ ഔകാന, അല്ലെങ്കിൽ ആയിരിക്കുന്നു അവ്വലു മുതഹർരിക് മിൻഹു, അതിൽ നിന്നുള്ള ആദ്യത്തെ മുതഹർരിക് ആയിരിക്കുന്നു മദ്മൂമൻ, ദമ്മ് ചെയ്യപ്പെട്ടതായിരിക്കുന്നു. ഉദാഹരണം നഹു ഉസ്തുഖ്രിജ വഖ്തുസിറ, ഉസ്തുഖ്രിജ ഉസ്തുഖ്രിജ ഉഖ്തുസിറ എന്നൊക്കെ പറഞ്ഞതുമാതിരി. വഹംസത്തുൽ വസ്ലി, ഈ വസ്ലിന്റെ ഹംസ തത്ബഉ ഹാദൽ മദ്മൂമ, ഈ മദ്മൂമിനെ പിൻപറ്റും. ഫി ദമ്മി, ദമ്മിന്റെ വിഷയത്തിൽ, അതായത് ആദ്യാക്ഷരത്തിന് ദമ്മാണെന്നുണ്ടെങ്കിൽ ഈ വസ്ലിന്റെ ഹംസക്ക് ദമ്മായിരിക്കും. അതിനെ ഉച്ചരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ എപ്പോഴും അതിന് ഉച്ചാരണം ഉണ്ടാവലില്ല. ആകെ നമ്മളെ ഈ എൽവിക്കുട്ടിന്റെ ആവശ്യം ഇപ്പം എന്താണ്? മോളെ കല്യാണം ഉണ്ടാകുമ്പോൾ കജ്ജു കൊടുക്കാൻ, നിക്കാഹിന്റെ പന്തലിൽ കുത്തിർന്നിട്ട് അങ്കഹ് തുക്ക എന്ന് പറയാം. അതന്നെ മൂപ്പരെ പണിയുള്ളൂ. വേറൊരു റോളില്ലേ വസ്ലിന്.
അതിന് പിന്നെ ആണല്ലോ എന്ന് പറഞ്ഞ മാതിരി കലാമിന്റെ തുടക്കത്തിൽ വരുന്ന സമയത്ത് ഈ ഹംസ നമുക്ക് ആവശ്യമുണ്ട്, അല്ലാത്ത സമയത്ത് ആവശ്യമില്ല. അപ്പം ഹംസത്തുൽ വസ്ലി, വസ്ലിന്റെ ഹംസ തത്ബഉ അത് പിന്തുടരും, ഹാദൽ മദ്മൂമ ഈ മദ്മൂമിനെ പിന്തുടരും, ഫി ദമ്മി ദമ്മിന്റെ വിഷയത്തിൽ പിന്തുടരും. അതുപോലെ വമാ ഖബല ആഖിരിൽ മബ്നിയിൽ മഫ്ഊലി യകൂനു മക്സൂറൻ അബദൻ. വമാ ഖബല ആഖിരിൽ മബ്നിയിൽ മഫ്ഊലി, മഫ്ഊലിന് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ട, അതായത് നമ്മളെ മജ്ഹൂലായ മാദിയായ ഫിഅൽ, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. വമാ ഖബല ആഖിരിൽ മബ്നിയിൽ മഫ്ഊലി, മഫ്ഊലിന് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ട ഫിഅലിന്റെ അവസാനത്തെ അക്ഷരത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരം, അവസാനത്തെ അക്ഷരമല്ല, അവസാനത്തെ അക്ഷരത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരം യകൂനു അതാകും മക്സൂറൻ കസ്ർ ചെയ്യപ്പെട്ടതാകും, അബദൻ എല്ലായ്പ്പോഴും. അപ്പൊ തഖൂൽ അപ്പൊ നീ പറയും അക്രമ, അക്രമയിൽ നീ പറയും ഉക്രിമ എന്ന് പറയും. അപ്പം ആദ്യാക്ഷരത്തിന് ദമ്മുണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞു, ആദ്യാക്ഷരത്തിന് ഇവിടെ ദമ്മുണ്ട്. അവസാനത്തേന് തൊട്ടു മുമ്പുള്ള അക്ഷരം, അവസാനത്തെ അക്ഷരം ഏതാ? ഉക്രിമേൽ ആദ്യത്തെ അവസാനത്തെ അക്ഷരം ഏതാ? മീം. ആ മീമിന്റെ തൊട്ടുമുമ്പുള്ള അവസാനത്തേന് തൊട്ടുമുമ്പുള്ള അക്ഷരം ഏതാ? റാ. ആ റാഇന്റെ ഹർക്കത്ത് എന്താ? കെസർ. അവസാനത്തേന് തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് കെസറാവും എന്ന് പറഞ്ഞത് ശരിയാണോ? തെറ്റല്ലേ? തെറ്റല്ലേ? അവസാന തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് കെസറാണോ? അല്ല, ഉക്കിരിമേല് മജൂരാണ് കാര്യമുള്ള പറഞ്ഞത്. ക്ലാസ്സിൽ വേണം മോനെ, ഇത് നന്നായിട്ടൊന്നും മൈൻഡായില്ലേ? അങ്ങനെ തന്നെ വേണ്ട എനിക്ക്. ആ മജ്ഹൂലാകുന്ന സന്ദർഭത്തിൽ അതിൻ്റെ അവസാനത്തിൻ്റെ തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് കസ്ർ ചെയ്യപ്പെടും എല്ലായ്പ്പോഴും. ഇഖ്തബറ, ഈ ഇഖ്തബറയിൽ ആദ്യാക്ഷരത്തിന് അല്ല ദമ്മ്, ആദ്യത്തെ മുത്തഹരിക്കിനാണ് ദമ്മ്. ആദ്യാക്ഷരം ഹംസ, അതിനെ കണക്ക് കൂട്ടില്ല, വസല്ല ഹംസ. പിന്നെ വരുന്നത് ഇപ്പോൾ ഹ ആണ്, അത് സുക്കൂനുമാണ്. പിന്നെ വരുന്ന താ, അതാണ് ആദ്യത്തെ മുത്തഹരിക്കായിട്ട്, ആദ്യത്തെ ഹറക്കത്തുള്ള അക്ഷരമായിട്ട് ഇവിടെ പരിഗണിക്കപ്പെടും. അതിന് നമ്മൾ എന്ത് കൊടുത്തു? മഅ്ലൂമായപ്പം, മഅറൂഫായപ്പം എന്ത് കൊടുത്തു? ഫതഹത്ത് കൊടുത്തു. ആദ്യാക്ഷരത്തിന് ഫതഹത്ത് കൊടുത്തു. മജ്ഹൂലായപ്പം എന്ത് കൊടുത്തു? ദമ്മ് കൊടുത്തു. ഏതുപോലെ ഉഖ്തുബിറ, അങ്ങനെ ദമ്മ് കൊടുത്തു. എന്നിട്ടോ ആദ്യത്തെ മുതഹരിക്കിന് ദമ്മ് കൊടുത്തു, പിന്നെ അവസാനത്തേതിന്റെ തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് കസ്റും കൊടുത്തു. ഉഖ്തുബിറ, അവസാനത്തെ അക്ഷരം റാ, അതിന്റെ തൊട്ടുമുള്ള അക്ഷരം ബാ, ആ ബാഇന് നമ്മൾ കസ്റു കൊടുത്തു. ആദ്യത്തെ മുതഹരിക്കിന് നമ്മൾ ദമ്മും കൊടുത്തു മജ്ഹൂലിൽ. മറ്റേതിലോ ആദ്യാക്ഷരത്തിന് ദമ്മ്, അവസാനത്തിന് തൊട്ടുമുള്ള അക്ഷരത്തിന് കസ്ർ. അല്ലെങ്കിൽ ആദ്യത്തെ മുതഹരിക്കിന് ദമ്മ്, ആദ്യത്തെ ഹറക്കത്തുള്ള അക്ഷരത്തിന് ദമ്മ്, അവസാനത്തിന് തൊട്ടുമുള്ള അക്ഷരത്തിന് കസ്ർ. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇസ്തഖ്ദമ, ഇവിടെ നമ്മൾ ഇത് മാളി എന്താണ്? മഅറൂഫാണ്. മാളി മബ്നിയിൽ മഅ്ലൂം, മബ്നിയിൽ ഫാഇൽ എന്നൊക്കെ പറഞ്ഞ നമ്മളെ മഅറൂഫായ ഫിഅലാണിത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ അക്ഷരം അത് വസല്ല ഹംസ, അതിനെ കണക്ക് കൂട്ടാൻ പറ്റില്ല, ഒഴിവാക്ക്, അൽവിക്കുട്ടി. പിന്നെ അടുത്തത് ആരാണ്? സീന്. സീന് പരിഗണിക്കപ്പെടാവുന്ന അക്ഷരം തന്നെ, പക്ഷെ അതിനെന്താണ്? സുക്കൂനാണ്. അപ്പൊ ആദ്യത്തെ മുതഹരിക്ക് അതല്ല. പിന്നെ ആദ്യത്തെ മുതഹരിക്ക് ആരാണ്? താ ആണ്. അപ്പം ഫിഅൽ മഅറൂഫിനായപ്പോൾ ആ താഇന് നമ്മൾ എന്ത് കൊടുത്തു? ഫതഹത്ത് കൊടുത്തു. ഇസ്തഖ്ദമ. ഇനി അതിനെ നമ്മൾ മജ്ഹൂലിലേക്ക് മാറ്റിയപ്പോഴോ ആദ്യത്തെ മുതഹരിക്കിന് നമ്മൾ ദമ്മ് കൊടുത്തു. ഉസ്തു, ഊനെ നമ്മൾ കൂട്ടൂല, പിന്നെ സ്തുനെ കൂട്ടുക. അതിൽ സ്തുല് തു, അതാണ് ഹറക്കത്തുള്ള അക്ഷരം, അതിന് നമ്മൾ ദമ്മത്ത് കൊടുത്തു. അവസാനത്തേന് തൊട്ടുമുമ്പുള്ള അക്ഷരമായ ദാലിന് നമ്മൾ കസ്റത്തും കൊടുത്തു. അപ്പൊ അങ്ങനെ നമ്മൾ സ്തുഹ്ദിമ എന്ന് വായിച്ചു, സ്തുഹ്ദിമ എന്ന് വായിച്ചു. നാവ് പഠിച്ചണടാ, നാവ് പഠിച്ചണം, തുപ്പലേർപ്പിച്ചണ്ട. സ്തുഹ്ദിമ. അസ്ഇല അരിഫിൽ ഫിഅലൽ മാദി, മാദിയായ ഫിഅലുകളെ നീ തഅരീഫ് പറയണം. മാദിയായ ഫിഅലിന്റെ നിർവചനം കണ്ട് പറയും. വദ്രിബ് ഖംസത അംസിലത്തിൻ, എന്താ ഇദ്രിബിന്റെ അർത്ഥം? വദ്രിബ് ഖംസത അംസിലത്തിൻ, 5 ഉദാഹരണങ്ങളെ നീ ഉദാഹരണം ആയിട്ട് ഉണ്ടാക്കാൻ, 5 ഉദാഹരണങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യുക. ഒരാൾ അർത്ഥം വെച്ചതാണ് വദ്രിബ് ഖംസത അംസിലത്തിൻ, 5 ഉദാഹരണങ്ങളെ ജടിക്കുകയും ചെയ്യുക എന്ന്. 5 ഉദാഹരണങ്ങളെ തല്ലാൻ. മാഹിയ
അലാമത്തുൽ ഫിഅലിൽ മാളി അൽ മഅലൂം, മഅലൂമായ അതായത് മഅറൂഫായ മാളിയായ ഫിഅലിന്റെ അടയാളങ്ങൾ ഏതൊക്കെ? കൈഫ യുബ്നൽ ഫിഅലുൽ മജ്ഹൂലു, മജ്ഹൂലായ ഫിഅലിനെ എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുക, ഉണ്ടാക്കപ്പെടുക? മിനൽ മാളിയിൽ മഅലൂം, മഅലൂമായ അതായത് മഅറൂഫായ മാളിയിൽ നിന്ന് മജ്ഹൂലായ മാളിയെ എങ്ങനെയാണ് ഉണ്ടാക്കുക? ആദ്യാക്ഷരത്തിന് ലൊമ്മ്, അല്ലെങ്കിൽ ആദ്യത്തെ ഹറക്കത്തുള്ള അക്ഷരത്തിന് ലൊമ്മ്, പിന്നെ അവസാനത്തെ അക്ഷരത്തിന് തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് ഗസ്ർ. ഇനി തമാരീനാണ്, അഭ്യാസങ്ങൾ, എക്സസൈസ്, പുഷപ്പ്, സിറ്റപ്പ്, ഇതൊക്കെ ഇനി വരാൻ പോകുന്നത്. ഇബ്നുൽ അഫ്ആൽ അൽ ആതിയ ലിൽ മജ്ഹൂലി. അപ്പം ബുദ്ധിക്ക് മസിലുണ്ടാവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ തംരീനുകൾ ചെയ്യാം. എല്ലാത്തൊരു മടിയന്മാർ ഓലെ ബുദ്ധി കണ്ട അവിടെ ഇവിടെയൊക്കെ വേണ്ട കൊളസ്ട്രോളൊക്കെ പിടിച്ച് കണ്ടിട്ട് നശിച്ച് പണ്ടാറടങ്ങി പോകും. ബുദ്ധിക്ക് എക്സസൈസ് കൊടുക്കില്ല, ബുദ്ധിക്ക് മസിലുണ്ടാവില്ല. ബുദ്ധിക്ക് മസിലില്ലാതായി കഴിഞ്ഞൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ബോഡിക്ക് ചില ആൾക്കാരെ തടി ഉണ്ടില്ലേ, ഇവനങ്ങനെ കല്ലെടുത്ത് എറിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ കുളത്തൊക്കെ കല്ലിട്ട മാതിരി ഉണ്ടാവും, മേലിങ്ങനെ തുള്ളൂ. കുളത്തൊക്കെ കല്ല് തല്ലിട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ മുകളിൽ അവിടെ അങ്ങനെ ഓളം വിട്ടില്ല എന്ന മാതിരി ഓനെ മേല് കല്ലെടുത്ത് എറിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഓനെ നടുപ്പുറത്തൊക്കെ അങ്ങനെ ഓളം വിട്ടു. കൊളസ്ട്രോൾ ഇങ്ങനെ 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 തുളുമ്പി നിൽക്കുകയാണ്, ശരീരത്തിലെ മസിലൊക്കെ പോയി, അങ്ങനത്തെ ഒരവസ്ഥ. അപ്പം അങ്ങനെ ആവരുത്, ബുദ്ധിക്ക് മസിലുണ്ടാക്കാനുള്ള പണി ചെയ്യണം. അപ്പം ഇബ്നുൽ അഫ്ആൽ അൽ ആതിയ ലിൽ മജ്ഹൂലി, താഴെ വരുന്ന ഫിഅലുകളെ മജ്ഹൂലിനും വേണ്ടിയിട്ട് ഉണ്ടാക്കണം. ദറസ എന്ന മഅറൂഫായ ഫിഅലിനെ മജ്ഹൂലിനും വേണ്ടിയിട്ട് ഉള്ള രൂപത്തിലേക്ക് സെറ്റ് ചെയ്യണം. സമിഅ, അക്രമ, അഹ്റഖ, അല്ലമ, ഹാറബ, ഇസ്തഖ്ദമ, ഇസ്തഖ്റജ, ഇഹ്തറമ, ഖസ്സറ, ഖാവമ, ഖാലബ, സബ്ബഹ. ഇത്തരം ഫിഅലുകൾ മജ്ഹൂലാക്കിയ കഴിച്ചിലായി എന്ന് വിചാരിച്ചിട്ടുണ്ട്, അതിന് അർത്ഥം എഴുതണം. ഇത് അങ്ങനെ കിടന്നു തുടങ്ങണം. ഹാത്തി സലാസി ജുമലി അഫ്ആലുഹാ മാദിയത്തുൻ മബ്നിയത്തുൻ ലിൽ മജ്ഹൂൽ. ഇനി 3 ജുംലകൾ കൊണ്ടുവരാൻ, 3 ജുംല ഉണ്ടാക്കി കൊണ്ടുവരാൻ. ആ ജുംലയിൽ എന്താണ് വേണ്ടത്? മജ്ഹൂലായ മാദിയായ ഫിഅൽ വേണം. മജ്ഹൂലായ മാദിയായ ഫിഅലുള്ള 3 ജുംല ഉണ്ടാക്കണം. അപ്പം ഏതുപോലെ ഖുതില ദാവൂദു, ഖുതില ജാലൂതു, ജാലൂത്ത് കൊല്ലപ്പെട്ടു, അതൊരു ജുംലയാണ്. ഫിഅല് നായിബ് ഫായിലുണ്ട്, അതൊരു ജുംലയാണ്. അപ്പം അങ്ങനെ ഫിഅലുൻ നായിബ് ഫായിലുള്ള 3 ജുംല ഉണ്ടാക്കിയാൽ മതി. വലിയ റിസ്ക് എടുക്കണ്ട. റിസ്ക് എടുക്കണ താല്പര്യമുള്ള ആൾക്കാർ റിസ്ക് എടുത്തോളിട്ടോ. അതിൻ്റെ കൂടുതൽ വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കണ്ടിട്ട് ആ ജുംല ഒന്ന് വലുതാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ അറബിയിലൊക്കെ എഴുതാൻ കഴിയും. മറ്റേ ഇങ്ങനെ നടക്കേണ്ടി വരും. ഇസ്തഖ്രിജിൽ അഫ്ആലൽ മബ്നിയത ലിൽ മജ്ഹൂലി, മജ്ഹൂലിന് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ട ഫിഅലുകളെ ഇസ്തിഖ്റാജ് ചെയ്യാനും പുറപ്പെടുവിക്കുക, കണ്ടെത്തി പുറത്തെടുത്തിടാൻ. ഇസ്തഖ്രിജ് പുറത്തെടുത്തിട്ടാണ് അൽ അഫ്ആലൽ മബ്നിയത ലിൽ മജ്ഹൂലി, മജ്ഹൂലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ട ഫിഅലുകളെ മിനൽ ജുമലി താലിയത്തി, താഴെ വരുന്ന ജുംലകളിൽ നിന്ന് മജ്ഹൂലായ ഫിഅലുകളെ എടുത്താണ് പുറത്ത് കിട്ടാൻ. അദ്ദുന്യ ഖുലിഖത് ലിഗൈരിഹാ വലം തുഖ്ലഖ് ലിനഫ്സിഹാ. അദ്ദുന്യ, ദുന്യാവ്, ഖുലിഖത് അതിനെ സൃഷ്ടിക്കപ്പെട്ടു, ലിഗൈരിഹ അതല്ലാത്തതിന് വേണ്ടിയിട്ട്. അതായത് ആ ദുന്യാവ് അതിൻ്റെ ഉപകാരത്തിനല്ല, ദുന്യാവിന് ദുന്യാവ് കൊണ്ടൊരു ഉപകാരമില്ല, വേറെ ആളുകൾക്കാണ് ദുന്യാവ് കൊണ്ട് ഉപകാരം. അപ്പം ദുന്യാവ് സൃഷ്ടിക്കപ്പെട്ടു, ദുന്യാവ് ഖുലിഖത് അതിനെ സൃഷ്ടിക്കപ്പെട്ടു, ലിഗൈരിഹ ആ ദുന്യാവ് അല്ലാത്ത മറ്റ് ആളുകൾക്ക് വേണ്ടിയിട്ട്. ദുന്യാവ് ഈ ഗ്ലാസ് ആണ് എങ്കിൽ ഈ ഗ്ലാസിനെ സൃഷ്ടിക്കപ്പെട്ടു ലിഗൈരിഹ അതല്ലാത്തതിന് വേണ്ടിയിട്ട്. അതായത് ഈ ഗ്ലാസ് കൊണ്ട് ഗ്ലാസ്സിനൊരു ഉപകാരമില്ല, പിന്നെ ഗ്ലാസ് കൊണ്ട് ഞമ്മക്കാണ് ഉപകാരം. ഗ്ലാസ് ഇങ്ങനെ നിൽക്കണോണ്ട് ഗ്ലാസ്സിന് എന്ത് ഉപകാരമാണോ? ഒരു ഉപകാരമില്ല. അതുപോലെ ദുന്യാവിൻ്റെ ആൾക്കാരും അങ്ങനെ തന്നെ. ഓർക്കും തത്ത ദുന്യാവ് കൊണ്ട് കാര്യം, ഓര് കുറേ കായ് ഉണ്ടാക്കും. ചില ആൾക്കാർ ഉണ്ടില്ല 40, 45, 50 കൊല്ലൊക്കെ ഗൾഫ് പോയി കുത്തന്നെ ഓനെ കായ് ഉണ്ടാക്കും. എന്നിട്ട് ഓനെ തിരിഞ്ഞു നോക്കാതെ മക്കൾക്കാണ് കൊണ്ട് ഉപകാരം ഉണ്ടാക്കുക. ഓനെ 10 പൈസേൻ്റെ വിലക്കാത്ത പെണ്ണുങ്ങൾക്കാണ് ഉപകാരം ഉണ്ടാക്കുക, അല്ലാതെ വേറെ ആർക്കും ഉപകാരം? ഓൻ്റെ സ്വന്തം അമ്മക്ക് അതിന് ഉപകാരം ഉണ്ടായിട്ടില്ല, അമ്മക്കം കൊടുത്തിട്ടില്ല ആ കാലത്ത്. ഷർറുൽ ഇഖ്വാനി മൻ തുകുല്ലിഫ ലഹു, ഇതിൽ നിന്ന് ഏതാണ് മജ്ഹൂലായ ഫിഅൽ എന്ന് കളക്ട് ചെയ്തെടുക്കുക. അതുപോലെ ഖുരിനത്തിൽ ഹൈബത്തു ബിൽ ഹൈബത്തി, ഇവിടെ ഏതാണ് മജ്ഹൂലായ ഫിഅൽ? അതിനടുത്ത് പുറത്തില്ല.
മൻ ضيعഹുൽ അഖറബു ഉതീഹ ലഹുൽ അബ്അദു അതുപോലെ മൻ ഉഅതിയ തൗബത ലം യുഹ്റമിൽ ഖബൂല. ഇതിന്നൊക്കെ മജ്ഹൂലായ ഫിഅലുകൾ എടുത്ത് പുറത്തിടാം. ഇതിൻ്റെ അർത്ഥം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വെക്കാം. ടൈം കൊടുത്താൽ കിട്ടും.